In following types of oil pumps does not use an eccentric cams or shaft. താഴെ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓയിൽ പമ്പുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, കൂളിംഗ് സിസ്റ്റത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. എന്താണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം? ഓയിൽ പമ്പുകളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓയിൽ പമ്പ് എന്തിനാണ് ബേസിക് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ലൂബ്രിക്കേറ്റിംഗ് സമ്പിൽ നിന്ന് അല്ലെ, ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന് വേണ്ടി ശേഖരിച്ചു വെക്കുന്ന ഓയിൽ സമ്പിൽ നിന്ന്, ഓയിൽ സമ്പ് അല്ലെങ്കിൽ ഓയിൽ പാൻ എന്നൊക്കെ പറയാറുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഓയിൽ ഗാലറിലോട്ട് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓയിൽ പമ്പ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓയിൽ ലൈനിലോട്ട് അല്ലെങ്കിൽ മെയിൻ ഗാലറിലോട്ട് പമ്പ് ചെയ്യുന്നതിന് വേണ്ടി. പമ്പ് ചെയ്യുമ്പോൾ കുറെ പ്രോസസ് കുറെ ഇതിനുള്ളിൽ പോകുന്നുണ്ട്, സ്ട്രെയിനർ കൂടെ ഫിൽറ്റർ കൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. സോ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓയിൽ പമ്പുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഡു നോട്ട് യൂസ് ആൻ എക്സെൻട്രിക് ക്യാം അല്ലെങ്കിൽ എക്സെൻട്രിക് ഷാഫ്റ്റ്? എക്സെൻട്രിക് ക്യാമോ എക്സെൻട്രിക് ഷാഫ്റ്റോ ഉപയോഗിക്കാത്ത പമ്പ് ഏതാണെന്ന് ചോദിക്കുന്നത്. എക്സ്റ്റേണൽ ഗിയർ ടൈപ്പ് പമ്പ്, റോട്ടർ ടൈപ്പ് പമ്പ്, വെയിൻ ടൈപ്പ് പമ്പ്, പ്ലഞ്ചർ ടൈപ്പ് പമ്പ്, അങ്ങനെ 4 ടൈപ്പ് പമ്പുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് ടൈപ്പ് പമ്പാണ് എക്സെൻട്രിക് ഉപയോഗിക്കാത്തതെന്നാണ്. ഇനി അവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ ഗിയർ പമ്പും ഇന്റേണൽ ഗിയർ പമ്പിന്റെയും ഫിഗർ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ഗിയറുകൾ അല്ലെ, അതിന്റെ ഉള്ളിലൂടെ ഇത് ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് എപ്പോഴും നോർമലി എപ്പോഴും എന്തായിരിക്കും? ഒരു ഡ്രൈവർ ഗിയർ ഉണ്ടായിരിക്കും, ഒരു ഡ്രിവൺ ഗിയർ ഉണ്ടായിരിക്കും അല്ലെ. ഏതെങ്കിലും ഒരെണ്ണം ഡ്രൈവർ ഗിയർ ആയിരിക്കും, ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും? ഡ്രിവൺ ഗിയർ ആയിരിക്കും. സോ ഈ പമ്പിലോട്ട് എൻ്റർ ചെയ്യുന്നു. ഇത് ഇൻലെറ്റ് ആണ്, ഇൻലെറ്റിലൂടെ എൻ്റർ ചെയ്യുന്നു. ഈ പമ്പിന്റെ ഈ ഗിയറിന്റെ ഔട്ടർ സർഫസിലൂടെ പമ്പ് ചെയ്തിട്ടുള്ള ഹൈ പ്രഷറിൽ നമുക്ക് പുറത്തോട്ട് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എൻ്റർ ചെയ്തിട്ട് ഇവിടെ എക്സിറ്റ് ചെയ്യുന്നു. അതാണ് എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഗിയർ പമ്പ് ആകുമ്പോൾ അകത്തായിരിക്കും ഗിയേഴ്സ് ഉണ്ടായിരിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഗിയർ പമ്പ് ഉണ്ട്. അപ്പൊ ഇന്റേണൽ ഗിയർ പമ്പിലായിരിക്കും നോർമലി എന്തായിരിക്കും ഉണ്ടാകുക? ഈ എക്സ്റ്റേണൽ ഈ എക്സെൻട്രിക് അല്ലെ, എക്സെൻട്രിക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. സോ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലാത്തത് ഏത് എന്നാണല്ലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഡു നോട്ട് യൂസ് എക്സെൻട്രിക് ക്യാം ഓർ എക്സെൻട്രിക് ഷാഫ്റ്റ്, ഉപയോഗിക്കാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ. സോ എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു തന്നെ കേട്ടോ. റോട്ടർ പമ്പ് എന്താണ്, വെയിൻ പമ്പ് എന്താണ്, പ്ലഞ്ചർ പമ്പ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻസർ പറയുന്നത് എക്സ്റ്റേണൽ ഗിയർ ടൈപ്പ് പമ്പ് ആയിരിക്കും അല്ലെ. എക്സ്റ്റേണൽ ഗിയർ ടൈപ്പ് പമ്പിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നോർമലി ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നത്.